ബ്രസീലിയൻ ലീഗിൽ വാസ്കോഡ ഗാമയ്ക്കെതിരെ സാന്റോസ് വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ എതിരില്ലാത്ത 6 ഗോളുകൾക്കായിരുന്നു സാന്റോസ് പരാജയപ്പെട്ടത്. സാന്റോസിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ തന്റെ ഫുട്ബോൾ കരിയറിൽ നേരിട്ട ഏറ്റവും വലിയ തോൽവിയായിരുന്നു ഇത്. ഈ കനത്ത തോൽവിക്ക് പിന്നാലെ മത്സരശേഷം നെയ്മർ കണ്ണീരോടെ ഗ്രൗണ്ട് വിടുകയായിരുന്നു. മത്സരശേഷം ഗ്രൗണ്ടിൽ വികാരാധീതനായതിനെക്കുറിച്ച് നെയ്മർ തുറന്നു പറഞ്ഞു. ഇതുപോലെ ഒരു തോൽവി ഇതിനു മുൻപ് താൻ നേരിട്ടിട്ടില്ലെന്നും ടീമിനായി തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നുമാണ് നെയ്മർ മത്സരശേഷം പറഞ്ഞത്. അങ്ങേയറ്റം നാണക്കേടാണ് തോന്നുന്നത്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. നിർഭാഗ്യവശാൽ ഇത് സംഭവിച്ചു. എന്റെ കണ്ണുനീർ കോപത്തിൽ നിന്നായിരുന്നു. എനിക്ക് എല്ലാ തരത്തിലും ടീമിനെ സഹായിക്കാൻ സാധിച്ചില്ല. ഇത് വളരെ മോശമായിരുന്നുവെന്നും നെയ്മർ സ്പോർട്സ് ബൈബിളിനോട് പറഞ്ഞു. നിലവിൽ ബ്രസീലിയൻ ലീഗിൽ സാന്റോസ് 18ാം സ്ഥാനത്താണ്. 19 മത്സരങ്ങളിൽ നിന്നും 21 പോയിന്റാണ് സാന്റോസിനുള്ളത്. അതേസമയം ഈ വർഷം ആദ്യമാണ് നെയ്മർ ബ്രസീലിയൻ ലീഗിലേക്ക് ചേക്കേറിയത്. ബ്രസീലിയൻ ക്ലബിനായി രണ്ടാം വരവിൽ 19 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് നെയ്മർ നേടിയിട്ടുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.